നൽകി ഈ പുതുവർഷത്തിൽ ഈ പുതിയ ഞായറാഴ്ച ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവ് ഇങ്ങനെ ഒരവസരം ഒരുക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയ കർത്തദാസൻ പറഞ്ഞതുപോലെ ഇന്ന് ദൈവവചനം പ്രസംഗിക്കേണ്ടത് സനോജ് പാസാണ്. ഞാനൊട്ടും പ്രതീക്ഷിച്ചതല്ല. പ്രിയ സനോജ് പാസ് ചർച്ചില് ഒരു അച്ഛന് തീരെ വയ്യാതായപ്പോൾ പെട്ടെന്ന് അവിടം വരെ പോകേണ്ടി വന്നു. അതിന്റെ യാത്രയിലാണ്, കുണ്ടന്മാറയാണ് അച്ഛൻ താമസിക്കുന്നത്. അപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുവാൻ ഇടയായി തീർന്നു, എന്റെ പകരം ദൈവവചനം സംസാരിക്കാമോ? അങ്ങനെയാണ്. ഞാനും ഒരു യാത്രയിലായിരുന്നു. ഞങ്ങൾ കണ്ടുമുട്ടി നെല്ലിപ്പതി സനോജ് ചർച്ചിൽ വെച്ച്. അവിടെ നിന്ന് പെട്ടെന്ന് യാത്ര തിരിച്ച് സമയത്ത് ഇവിടെ എത്തിയതാണ്. പെട്ടെന്നായിരുന്നു സനോജ് പാസ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അവരുടെ ചർച്ചിലെ അച്ഛന് വയ്യാതായത് അച്ഛനെ കാണാൻ പോകേണ്ടത്. അതുകൊണ്ടാണ് സനോജ് പാസ് ഇന്ന് ഈ സന്ധ്യയിലെ മീറ്റിങ്ങിനുണ്ടാകും. പക്ഷെ പ്രസംഗിക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ താനായിരിക്കുന്നു. ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ കൂടുന്ന പ്രിയ അച്ഛനെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ, ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. ദൈവം സൗഖ്യവും വിടുതലും ആയുസ്സും ആരോഗ്യം കഴിഞ്ഞ ആഴ്ചകളിൽ ഞങ്ങളുടെ സെന്ററിന്റെ കൺവെൻഷനായിരുന്നു. ശേഷം വിയർ മീറ്റിംഗ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഈ സൺഡേയിൽ ഈ ബ്ലസ് മീഡിയയിൽ നമുക്ക് ഒരുമിച്ച് ആദ്യത്തെ സൺഡേയിൽ 2025 ഈ പുതുവർഷത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവ് സാഹചര്യങ്ങളെ അറിയുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയ രാജൻ പാസ്റ്റർ, പ്രിയ ആന്റി പാസ്റ്റർ, ദിനേശ് പാസ്റ്റർ, ജിജോജാല പാസ്റ്റർ, മറ്റെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും വീണ് കിട്ടിയ ഒരു അവസരമാണ്. ദൈവത്തിന്റെ വചനം നിങ്ങളുമായി ഒരുമിച്ച് പങ്കുവയ്ക്കുവാൻ ഒരുക്കിയ നല്ല നിമിഷത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വചനം പറയുന്ന പോലെ നമ്മൾ ദേവദാസന്മാരാണ് എന്ന് സമയത്തും അസമയത്തും നാം ഒരുങ്ങിയിരിക്കണം. എപ്പോ വേണമെങ്കിലും നറുക്ക് വീഴാം, എപ്പോ വേണമെങ്കിലും ഇതുപോലെ അവസരങ്ങളൊക്കെ ലഭിക്കാം. ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പുതുവർഷത്തിൽ കർത്താവ് നമ്മെ അത്ഭുതകരമായി നടത്തട്ടെ. ഈ പ്രാരംഭയാഴ്ച മുതൽ അവസാന ഞായർ വരെയും സ്വർഗത്തിലെ ദൈവം നമ്മെ അത്ഭുതകരമായി അതിശിക്കട്ടെ. ഈ പുതുവർഷ ചിന്തയ്ക്ക് ആധാരമായി സങ്കീർത്തനം 65 സങ്കീർത്തനം അതിന്റെ 11ാമത്തെ വാക്യം നമുക്ക് സുപരിചിതമായ ഒരു വേദഭാഗമാണ്. നമ്മുടെ സഭകളിൽ നാം വായിക്കുകയും പലർക്കും ചിലപ്പോൾ വാഗ്ദത്ത വചനമായിട്ടൊക്കെ കിട്ടിയ ഒരു വാക്യമായിരിക്കാം. 65ന്റെ 11 ഇങ്ങനെ വായിക്കുന്നു: നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കും, നിന്റെ പാതകൾ പുഷ്ടിക്കുന്നു. നന്നായി അറിയാം, ഈ ഭാഗത്തിന്റെ വിശദീകരണങ്ങൾ ഒക്കെ ചെയ്ത ഭാഗമാണ്. എങ്കിലും നിങ്ങളുമായി സന്ധ്യയിൽ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 65 സങ്കീർത്തനം അതിന്റെ 11ാമത്തെ വാക്യം: നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു, നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. നമുക്കറിയാം, ദൈവമാണ് നമ്മെ നന്മ കൊണ്ട് അനുഗ്രഹിക്കുന്നത്, അലങ്കരിക്കുന്നത്. ഏത് വർഷമായിരുന്നാലും 2025, 24, 26 ഏത് വർഷങ്ങളിലാണെങ്കിലും നമുക്ക് ആയുസ്സും ആരോഗ്യം ബലവും ഒക്കെ നൽകി നമ്മെ അനുഗ്രഹിക്കുന്നതും നമ്മെ നടത്തുന്നതും ദൈവമാണ്. നമ്മെ ഇത്രത്തോളം കൊണ്ടുവന്നത് എത്രയോ ഭീതിജനകമായ അവസ്ഥകളിലൂടെ നാം കടന്നുപോയി, നമ്മുടെ നാട് കടന്നുപോയി, നമ്മുടെ ദേശം പോയി. നമുക്കറിയാം, മുണ്ടക്കൈ ചുരം വയനാട് ദേശത്തിലൊക്കെ അറിയാം. 2024 കേരളത്തിലെ ഏറ്റവും വലിയ ദുരന്തം, ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന 2024. ഇതൊക്കെ നമ്മുടെ തലയ്ക്ക് മേലയിലൂടെയാണ് കടന്നു പോയത്. എങ്കിലും സ്വർഗത്തിലെ ദൈവം നമ്മെ അത്ഭുതകരമായി, അതിശയകരമായി അവിടെ നിന്നൊക്കെ നടത്തി. കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയിൽ നിന്നും നമ്മെ സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായ, അതിശയകരമായി കർത്താവ് നമ്മെ ഓരോരുത്തരും നടത്തുന്ന വിധങ്ങളെ വ്യത്യാസം. അപ്പൊ ഒരു വർഷത്തിലെ കലണ്ടർ എടുത്ത് പരിശോധിച്ചാൽ
സ്വർഗത്തിലെ ദൈവം 2024 താണ്ടുവാൻ ഈ 2025 മുൻപോട്ടുള്ളത് എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മൾ തുടക്കത്തിലെ വിശ്വസിക്കുന്നു, സ്വർഗത്തിലെ ദൈവം നമ്മെ അവന്റെ നന്മ കൊണ്ട് അലങ്കരിക്കും. സ്വർഗത്തിലെ ദൈവം നമ്മെ തീർച്ചയായും ആത്മീകമാകട്ടെ, ഭൗതികമാകട്ടെ, സാമ്പത്തികമാകട്ടെ, ഏതു മേഖലകളിലാണെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മോട് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കൊരായുസ്, ഒരു വർഷം നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം അതിനെ നമ്മെ സഹായിക്കട്ടെ, ബലപ്പെടുത്തുമാറാകട്ടെ. ആരെങ്കിലും പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, വേദനകൾ, നിരാശകളൊക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും അതിന്റെ നടുവിലൂടെ കർത്താവ് നമ്മെ നടത്തുവാൻ മതിയായ ദൈവം. അപ്പൊ തീർച്ചയായും സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനിടയായി, സ്വർഗത്തിലെ ദൈവം നമ്മെ ബലപ്പെടുത്തുവാനിടയായി. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നു. ജലാൽ മാസ്റ്റർ മൂട്ടല്ല, ജലാൽ മാസ്റ്റർ മൂട്ടല്ല. സ്വർഗത്തിലെ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും. അപ്പോ തീർച്ചയായും സ്വർഗത്തിലെ ദൈവം നമ്മെ അവന്റെ നന്മ കൊണ്ട് അനുഗ്രഹിക്കുവാനിടയായി തീരും. തീർച്ചയായും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹമായി. എന്നാൽ ഈ അനുഗ്രഹങ്ങളൊക്കെ ആർക്കാണ് ലഭിക്കുന്നത്? ഹല്ലേലൂയ. എതിലേലും നടന്നതുകൊണ്ട് നമുക്ക് ദൈവിക അനുഗ്രഹങ്ങൾ ലഭിക്കണം. നമുക്ക് തോന്നിയതുപോലെ നടന്നാൽ അനുഗ്രഹങ്ങൾ ലഭിക്കണമെന്നില്ല. ദൈവിക വ്യവസ്ഥകളുണ്ട്, ദൈവിക പ്രമാണങ്ങളുണ്ട്, ദൈവിക അനുഷ്ഠാനങ്ങളുണ്ട്, ദൈവിക ഉപദേശങ്ങളൊക്കെ ഉണ്ട്. അതിന് പ്രകാരമൊക്കെ നാം നിന്നാലേ സ്വർഗത്തിലെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് ലഭിക്കുകയുള്ളൂ, ലഭിക്കാനിടയായിത്തീരും. യോബിന്റെ പുസ്തകം 22-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. യോബിന്റെ പുസ്തകം 22-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം. നമുക്ക് ദൈവം അനുഗ്രഹങ്ങളെ ഒരു വർഷക്കാലം നൽകണമെങ്കിൽ അവിടെ നാം വായിക്കുന്ന ഇങ്ങനെയാണ്: നീ അവനോട് ഇണങ്ങി സമാധാനമായിരിക്കുക, അതിനാൽ നിനക്ക് നന്മ വരും. യോബിന്റെ പുസ്തകം 22-ന്റെ 21-ാമത്തെ വാക്യം. നീ അവനോട് ഇണങ്ങി സമാധാനമായിരിക്കുക, അതിനാൽ നിനക്ക് നന്മ വരും. അപ്പോ നമുക്ക് നന്മ ലഭിക്കണമെങ്കിൽ, അനുഗ്രഹങ്ങൾ ലഭിക്കണമെങ്കിൽ മടികൂടാതെ നാം പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കും, ദൈവസന്നിധിയിലൊക്കെ ജാഗരിക്കുന്നവരാണ്. എന്നാൽ ദൈവിക വ്യവസ്ഥകളുണ്ട്. ദൈവത്തോട് ഇണങ്ങി ഹല്ലേലൂയ ജീവിക്കുന്നവന് മാത്രമേ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടുവാനിട. ദൈവം ഒരു വർഷത്തെ നന്മ കൊണ്ട് അലങ്കരിക്കും. വരുന്ന വർഷങ്ങളിലും 25-ലും കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. പക്ഷേ ദൈവത്തോട് നാം ഇണങ്ങി സ്വസ്ഥമായിരിക്കും. എന്താണ് ഇണങ്ങുക എന്ന് പറഞ്ഞത്? നമുക്ക് ഇണക്കമുണ്ട്, പിണക്കമുണ്ട്, അല്ലെ? നമ്മൾ കൂടുതൽ പിണക്കത്തിന്റെ ആൾക്കാർ. ഇപ്പൊ 2025-ല് പുതിയ കാലമൊക്കെ എടുത്തു വെച്ച്, പുതിയ തീരുമാനമൊക്കെ എടുത്തു വെക്കുക. 2 ആഴ്ച കഴിഞ്ഞാൽ നമ്മൾ പഴയ പോലെയാണ്. പിന്നെ നമ്മൾ 24-ലാണോ 25-ലാണോ ജീവിക്കണെന്ന് പോലും നമുക്കറിയത്തില്ല. കാരണം അതൊക്കെ മാറും. നമ്മൾ പുതിയ വർഷത്തിലാണോ വന്ന് നിൽക്കുന്നതെന്ന് തന്നെ നമുക്കൊരു പിടിപാടില്ല. പക്ഷേ സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, ദൈവം തന്റെ സംവത്സരങ്ങളെ, നമ്മുടെ സംവത്സരങ്ങളെ നന്മ കൊണ്ട് അലങ്കരിക്കും. അതിനൊന്നാമത്തെ കാര്യം ദൈവത്തോട് ഇണങ്ങി സ്വസ്ഥമായിരിക്കും, ഇണങ്ങി ജീവിക്കും. ദൈവത്തോട് യോബിനോട് പറയുന്നതാണ്. തന്റെ സഹോദരന്മാർ അല്ലെങ്കിൽ സഹോദരന്മാർ പറയുകയാണ്, ദൈവത്തോട് ഇണങ്ങി സ്വസ്ഥമായിരിക്കുക, എന്നാൽ നിനക്ക് നന്മ വരും. ദൈവത്തോടൊക്കെ നമുക്ക് ഇണങ്ങാൻ പറ്റൂ. നമ്മളാകെ ഞായറാഴ്ച വരുമ്പോ ഒരു പാട്ട്, പ്രാർത്ഥനാ സാക്ഷ്യം കഴിഞ്ഞു. പിന്നെ നമ്മൾ അടുത്ത ആഴ്ച പിടിക്കുള്ള കേസ്. നമ്മുടെ ഇണക്കം മടക്കം. പിന്നെ ദൈവത്തോടൊക്കെ പിണങ്ങിയാണ് നമ്മൾ ജീവിക്കുന്നത്. പലപ്പോഴും നമുക്ക് ജീവിതത്തിൽ പ്രതിസന്ധികളൊക്കെ വരുമ്പോ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കാം. എന്നാൽ നാം ദൈവത്തോട് ഇണങ്ങി സ്വസ്ഥമായിരുന്നാൽ നമുക്ക് നന്മ ലഭിക്കും. നമുക്കറിയാം, ഹാനോക്ക് 300 സംവത്സരമാണ് ദൈവത്തോടൊപ്പം നടന്നത്. എത്ര സംവത്സരം? 300 സംവത്സരം. നമുക്ക് ഒരു വർഷം തികച്ച് പോകാൻ പറ്റത്തില്ല.
അതൊക്കെ നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റും. 300 സംവത്സരമൊക്കെ ദൈവത്തോട് കൂടെ. തന്റെ 65-ാമത്തെ വയസ്സിലാണ് തനിക്ക് മകൻ ലഭിക്കുന്നത്. അവന്റെ ടോട്ടൽ ഇയർ. ഹാനോക്ക് മരിച്ച അല്ലെങ്കിൽ ഹാനോക്കിന്റെ ആയുഷ്കാലം എന്ന് പറയുന്നത് 365. 65-ാമത്തെ വയസ്സിലാണ് മകൻ ജനിക്കുന്നത്. മകൻ ജനിച്ചപ്പോ മുതല് ദൈവത്തോട് കൂടെ നടക്കാൻ തുടങ്ങി. 365 സംവത്സരമാണ് തന്റെ ആയുസ്. ആദ്യത്തെ 65-ാമത്തെ വയസ്സിലാണ് മകൻ ഉണ്ടായത്. മകൻ ഉണ്ടായപ്പോ മുതല് ദൈവത്തോട് കൂടെ നടക്കും. നമ്മളാണെങ്കിൽ തിരിച്ചാണ്. ഇന്ന് മക്കൾ ഉണ്ടാകുന്നു, അന്ന് മുതൽ നമ്മൾ എത്തി ആ വഴിക്കേ പോകത്തില്ല. പിന്നെ മക്കള്, മരുമക്കള്, കൊച്ചുമക്കള്, അവരുടെ ഭാവി, അവർക്ക് വേണ്ടി അധ്വാനിക്കുക, അവരെ നോക്കുക. ഈ ആനോക്കൊക്കെ എങ്ങനെ ദൈവത്തോട് കൂടെ നടന്നെന്നോ? ദൈവത്തോട് ഇണങ്ങി ദൈവത്തോടൊപ്പം യാത്ര തിരിച്ചു. 1-2 സംവത്സരമല്ല, 300 സംവത്സരം. അതുകൊണ്ട് അവനെ കാണാതായി. ദൈവത്തോട് കൂടെ നടന്നിട്ട് എന്ത് ചെയ്തു? അപ്പം ദൈവത്തോട് ഇണങ്ങി സ്വസ്ഥമായിരിക്കാൻ, ദൈവത്തോടൊപ്പം യാത്ര ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ തീർച്ചയായും നമുക്ക് യാത്ര ചെയ്യാം. ആനോക്കൊക്കെ 300 സംവത്സരം ദൈവത്തോട് കൂടെ യാത്ര ചെയ്തു. മക്കളില്ലാച്ചല്ല, ഒറ്റയ്ക്കല്ല, കുടുംബമുണ്ടായിരുന്നു, കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അപ്പോഴാണ് തീരുമാനമെടുത്തിറങ്ങിയത്, ഇനി എന്റെ യാത്ര ദൈവത്തോട് കൂടെയാണ്. ഈ പ്രഥമ ഞായറാഴ്ച, ഈ 2025-ന്റെ പ്രഥമ ഈ ഞായറാഴ്ചയിൽ ഞാൻ വിളിച്ചു പറയട്ടെ ദൈവമക്കളെ, ദൈവദാസന്മാരെ, നമുക്കും ഹാനോക്കിനെ പോലെ ഒരു തീരുമാനമെടുക്കാം. ദൈവത്തോട് ഇണങ്ങി നമുക്ക് ജീവിക്കാം. ഹല്ലേലൂയ. അതുകൊണ്ടുള്ള പ്രയോജനം എന്താ? ദൈവം നന്മകൾ കൊണ്ട് നമ്മെ അനുഗ്രഹിക്കും. ഒരിക്കലും ദൈവത്തോട് ഇണങ്ങി ജീവിക്കുന്നത്, ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുന്നതും നമ്മുടെ ജീവിതത്തിൽ പരാജയമാകത്തില്ല. ഇന്നലകളിൽ കാണാത്ത വലിയ നന്മകൾ 2025-ൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി നൽകുവാൻ പോകുകയാണ്. 2024-ൽ നാം കാണാത്ത ദൈവിക പദ്ധതികൾ, ദൈവിക പ്രവർത്തികൾ ഹല്ലേലൂയ 2025-ൽ നമുക്ക് കൈപ്പറ്റുവാൻ കഴിയും. എങ്ങനെ? ദൈവത്തോട് ജീവിക്കുക. അപ്പോ അങ്ങനെയൊക്കെ പറ്റുമെന്ന് ചോദിച്ചാൽ ഹാനോക്ക് നടന്നു. ഹല്ലേലൂയ. 1-2 സംവത്സരമല്ല, 300 സംവത്സരത്താൽ ദൈവത്തോടൊപ്പം എന്ത് ചെയ്തു? യാത്ര തിരിച്ചു. 2025-ൽ ഒരു പുതിയ സ്റ്റെപ്പ് എടുത്ത് മുൻപോട്ട് നോക്കുന്നു. ഈ ലേഖകൻ, എബ്രായ ലേഖന കർത്താവ് പറയുന്നത് വിശ്വാസത്താൽ ഹാനോക്ക് ദൈവത്തോട് വിശ്വാസത്താൽ. അങ്ങനെയാണെങ്കിൽ നമുക്കും തീർച്ചയായും എന്ത് ചെയ്യാം? അല്ലെങ്കിൽ 2024-നെക്കാട്ടിലും ഒരു പടി സ്റ്റെപ്പ് കൂടെ നമുക്ക് മുന്നിലേക്ക് കാലഘട്ടം. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, നമ്മുടെ ആത്മീക ജീവിതത്തിൽ, നമ്മുടെ ശുശ്രൂഷ മേഖലകളിൽ, നാം ആയിരിക്കുന്ന നമ്മുടെ കുടുംബ മേഖലകളിൽ ഒരു സ്റ്റെപ്പ് നമ്മുടെ ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് ഹാനോക്കിനെ പോലെ ദൈവത്തോടൊപ്പം നമുക്ക് എന്ത് ചെയ്യാം? ചേർന്ന് ധരിക്കാം, ചേർന്ന് നടക്കാം, അവരോടൊപ്പം ഇണങ്ങി നടക്കാം. യഹോവയ്ക്കും തന്റെ ഭക്തന്മാർക്കും സഹിത്വമുണ്ടെന്നാണ് സങ്കീർത്തനങ്ങളിൽ നാം വായിക്കുന്നത്. യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് സഹിത്വമുണ്ട്. സഹിത്വം എന്ന് പറഞ്ഞ കമ്പാനിയൻ, ഫ്രണ്ട്ഷിപ്പ്, ഒരുമിച്ച് നടക്കുക. ദൈവം തയ്യാറാണ്, നമ്മളാണ് തയ്യാറല്ലാത്തത്. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് പോകുന്നു, നമ്മൾ നമ്മുടെ വഴിക്ക് പോകുന്നു, നമ്മൾ നമ്മുടെ ചിന്താഗതികൾക്കനുസരിച്ച് പോകുന്നു. എന്നാൽ ഈ 2025-ൽ ദൈവത്തോടൊപ്പം നമുക്ക് ചേരാം. അല്ലെങ്കിൽ ദൈവത്തോട് ഇണങ്ങി നമുക്ക് ജീവിക്കാം. യോബിന്റെ പുസ്തകം 22-ന്റെ 21 നാം അങ്ങനെയാണ് വായിക്കുന്നത്. നീ അവനോട് ഇണങ്ങി സമാധാനമായിരിക്കാം, അതിനാൽ നിനക്ക് നന്മ വരും. അങ്ങനെയാണെങ്കിൽ ഈ വർഷം നമുക്ക് ദൈവത്തോട് ഇണങ്ങി ജീവിക്കാം. ഹല്ലേലൂയ. ഹാനോക്കിനെ പോലെ ഹല്ലേലൂയ നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് ചേർന്നു. നമുക്കറിയാം, കാലേബ് കനാൻ നാട്ടിലെത്തി. കനാൻ നാട്ടിൽ യോശുവയുടെ നേതൃത്വത്തിലാണ് എത്തിയത്. അവിടെ വെച്ച് ഈ കനാൻ നാട് വിഭാഗിക്കുമ്പോൾ യോശുവോട് പറയുന്നു, എന്റെ 40-ാമത്തെ വയസ്സിൽ, കാലേബ് പറയുക, 40-ാമത്തെ വയസ്സിൽ മോശ എന്നോട് പറഞ്ഞ ഒരു വാഗ്ദത്തമുണ്ട്, ഈ ഹെബ്രോൻ മല എനിക്ക് എന്ത് ചെയ്യും? അവകാശമായി. എത്രാമത്തെ വയസ്സിലാ? 40-ാമത്തെ വയസ്സിലാണ്. പറഞ്ഞ മോശ മരിച്ചുപോയി. 45 വർഷം പിന്നിട്ടു. ഇപ്പൊ 85-ാമത്തെ വയസ്സിലാണ് കാലേബ് നിൽക്കുന്നത്. അപ്പോഴാണ് കനാൻ നാട് വിഭാഗിക്കുന്നത്. യോശുവോട് പറയുകയാണ്, എനിക്ക് അന്നത്തെ പോലെ ഇന്നും ആരോഗ്യമുണ്ട്, ഈ ഹെബ്രോൻ മല എനിക്ക് അവകാശമായി തരണം. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്?
യോശുവയുടെ പുസ്തകം 14:9 മുതലുള്ള വാക്യം. യോശുവയുടെ പുസ്തകം 14:9 മുതലുള്ള വാക്യം. നീ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് മോശ മുഖാന്തരം അരുളി ചെയ്ത കനാൻ നാട് അല്ലെങ്കിൽ വാഗ്ദത്ത ദേശം നിനക്ക് തരാം. എങ്ങനെ നിന്നതുകൊണ്ടാ? ദൈവത്തോട് പറ്റി നിന്നത്. എത്ര വർഷം പറ്റി നിന്നു? 45 വർഷം. മോശം 40-ാമത്തെ വയസ്സിലാണ്. 40-ാമത്തെ വയസ്സ് മുതൽ 85 വയസ്സ്, 45 വർഷക്കാലം ഈ വാഗ്ദത്തത്തിന് വേണ്ടി ദൈവത്തോടൊപ്പം നിന്നു. അപ്പൊ ഇണങ്ങിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ദൈവത്തോടൊപ്പം നടക്കാം. ഹാനോക്ക് 300 സംവത്സരമാണെങ്കിൽ കാലേബ് എത്ര വർഷം? 45 വർഷക്കാലം ഒരു വാഗ്ദത്തത്തിന് വേണ്ടി ദൈവത്തോട് പൂർണ്ണമായി പറ്റി നിന്നു. ഈ പറ്റി നിൽക്കുക, ഇണങ്ങി നിൽക്കുക, സഹിതമുണ്ടാകുക, ഇതൊക്കെ ഏകദേശം ഒരു വാക്കാണ്. മലയാളത്തിൽ നമ്മൾ വ്യത്യസ്തമായ നിലകളിൽ പറയുന്നതേ ഉള്ളൂ. അപ്പൊ ദൈവത്തോട് പറ്റി എന്ത് ചെയ്തു? 45 സംവത്സരം ആര് നിന്നു? കാലേബ് നിന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നിൽക്കാം. ഈ 2025 നമുക്ക് പറയണം, ഹല്ലേലൂയ, ഞാൻ ദൈവത്തോട് പറ്റി നിൽക്കും, ഞാൻ ദൈവത്തോട് ഇണങ്ങി നിൽക്കും, ഞാൻ ദൈവത്തോട് കൂടെ യാത്ര ചെയ്യും. എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും, എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും, ഹല്ലേലൂയ, അമ്മോന്യരോ അല്ലെ ഹിത്യരോ മല്ലന്മാരോ ആരും ഉണ്ടാകട്ടെ, പക്ഷേ എനിക്ക് തന്ന വാഗ്ദത്തത്തിന് വേണ്ടി ദൈവത്തോട് കൂടെ നിൽക്കുവാൻ, അല്ലെങ്കിൽ ദൈവിക പദ്ധതികളും വാഗ്ദത്തങ്ങളുടെ നിവർത്തികൾ കാണുവാൻ ഞാൻ ഈ 2025 ദൈവത്തോടൊപ്പം നടക്കും. അല്ലെങ്കിൽ തീരുമാനം എടുക്കാൻ പറ്റുമോ? എടുത്താൽ അല്ലെങ്കിൽ നിനക്ക് നന്മയുണ്ടാകുമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നീ അവനോട് ഇണങ്ങി സമാധാനമായിരിക്കാം എന്നാണ് നിനക്ക് നന്മ വരിക. അപ്പോ ദൈവ സംവത്സരത്തെ നന്മ കൊണ്ട് അലങ്കരിക്കണം. അതിന് നാം ചെയ്യേണ്ട ഒന്നാമത്തെ ഘടകം, ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നാം അവനോട് ഇണങ്ങി ജീവിക്കും. അല്ലെങ്കിൽ നാം അവനോട് ഇണങ്ങി പറ്റിച്ചേർന്ന് ഒപ്പം നടക്കുക. ദൈവം ഈ 2025 നമ്മുടെ ദേശത്ത്, നമ്മുടെ ശുശ്രൂഷയിൽ, നമ്മുടെ കുടുംബത്തിനകത്ത് നന്മകൾ കൊണ്ട്, അനുഗ്രഹങ്ങൾ കൊണ്ട് ദൈവം നിറപ്പാൻ മതിയായത്. 2 യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിച്ചുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. അപ്പോ 2025 ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കാൻ വകയുണ്ട്. ദൈവം അനുഗ്രഹിക്കും. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാരണം കേട്ടനുസരിച്ചെങ്കിൽ ദേശത്തിലെ നന്മ. അനുസരണമുള്ളവരാണെങ്കിൽ, നമ്മൾ അനുസരണമുള്ളവരാണോ? നമ്മെ പോലെ അനുസരണമുള്ളവരാരോ ഉള്ളത് എന്ന് നമ്മൾ തന്നെയാണ് പറയുന്നത്. ഇതിന്റെ മേൽപോട്ടുള്ള ഭാഗം എല്ലാവരും ദേവദാസന്മാരാണല്ലോ. നിങ്ങൾ വായിച്ചാൽ മതി. യാഗം കഴിച്ച് ഇസ്രായേൽ മക്കളും അല്ലെ സ്വതം ഗോമറ ജനങ്ങളൊക്കെ മടുത്ത് കർത്താവ് അവരോട് പറയുകയാണ്, നിങ്ങളുടെ യാഗം ഒന്നും നിർത്തും. യാഗം കഴിക്കാൻ വരുമ്പോണ്ടല്ലോ കാളക്കൊറ്റനെയും ആട്ടുകൊറ്റനെയൊക്കെ കാശിറക്കിയ കൊണ്ടുവരുന്നു, കാശ് മുടക്കി. പക്ഷെ എന്തില്ല? അനുസരണമില്ല, അനുസരിക്കത്തില്ല. സഭായോഗത്തിനൊക്കെ കണ്ടീഷനായിട്ട് എന്ത് ചെയ്യും? പോകും. ദശാംശമൊക്കെ ചിലപ്പോൾ നന്നായി കൊടുക്കും എല്ലാരെ കട്ടി. പക്ഷെ എന്തില്ല? പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം മുതൽ 30 അധ്യായങ്ങൾ നാം വായിച്ചാൽ ജനത്തിന്റെ പാപമാണ് താൻ വിളിച്ചു പറയുന്നത്. മുഴുവനും ജനത്തിന്റെ പാപത്തെ കുറിച്ചാണ് വിളിച്ചു പറയുന്നത്. 1-ാം അധ്യായം തുടക്കത്തിൽ തന്നെ നമുക്കറിയാം യെശയ്യാ പ്രവാചകൻ പറയുന്നു. അപ്പോ നമ്മുടെ ദൈവം നമ്മുടെ സംവത്സരങ്ങളെ നന്മ കൊണ്ട് അലങ്കരിക്കും. പക്ഷെ കണ്ടീഷൻ 2, അനുസരണമുള്ളവരായിരിക്കും. ദൈവിക വ്യവസ്ഥകളും ദൈവിക ആലോചനകളും
നമുക്കാകെ ന്യൂ ഇയർ മീറ്റിങ്ങിന് മാത്രമേ തീരുമാനമുള്ളൂ. പിന്നെ 2 ആഴ്ച കഴിഞ്ഞ തീരുമാനമൊക്കെ നമ്മൾ മാറും. നമ്മുടെ പ്രാർത്ഥനകൾ മാറും, നമ്മുടെ ഉപവാസങ്ങൾ മാറും, നമ്മുടെ ശുശ്രൂഷകളുടെ രീതികളൊക്കെ മാറും, വീണ്ടും പഴയതുപോലെയൊക്കെ തന്നെ മാറും. എന്നാൽ ഈ 2025 നമ്മൾ പുതിയ തീരുമാനമെടുക്കും. ദൈവത്തിന്റെ വചനങ്ങളനുസരിച്ച്, ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾ അനുസരിച്ച്, ദൈവത്തിന് ഹിതമാകുന്ന രീതിയിൽ ശുശ്രൂഷകൾ ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമ്മെ നന്മകളുടെ അനുകരിക്കും. ഹല്ലേലൂയ. പലപ്പോഴും ഹല്ലേലൂയ നാം പരാജയപ്പെടുന്നത് അനുസരണക്കേട് മുഖേനയായിരിക്കാം. ഇത്രയും മക്കളൊക്കെ കൂടുതലും അടിമത്തത്തിലേക്ക് പോയത് ഈ യാഗങ്ങളും വഴിപാടുകളൊന്നും ഇല്ല. ദൈവത്തിന്റെ വചനങ്ങളെ കേട്ട് അനുസരിക്കും, എന്നേക്കും അനുസരിക്കും. ഒരു പാപം ചെയ്യുന്നു, വീണ്ടും ആടിനെയും ആട്ടുകൊറ്റന്മാരെയും കാളക്കിടാക്കളെയും അതെനിക്ക് വേണ്ട, പകരം നിങ്ങൾ ദൈവത്തിന്റെ വചനങ്ങൾ അനുസരിക്കും. നിങ്ങളുടെ പാപം കടുചുവപ്പാണെങ്കിലും ഞാൻ ക്ഷമിക്കും, ഹിമ പോലെ ഞാൻ വെളുപ്പിക്കും. പക്ഷേ ദൈവത്തിന്റെ വാക്ക് കേട്ടനുസരിക്കും, ദൈവത്തിന് അനുസരിച്ച്, ദൈവിക വചനങ്ങളെ കേട്ടനുസരിച്ച് നാം നിൽക്കുകയാണെങ്കിൽ ദൈവിക നന്മകളെ പ്രാപിപ്പാൻ, സ്വർഗത്തിലെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ ഈ 2025 നമുക്ക് ദൈവത്തോടൊപ്പം ചേരാം. ദൈവിക വചനങ്ങളെ കേട്ടനുസരിച്ച്, ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾ അനുസരിച്ച്, ദൈവം നമ്മുടെ പക്കലേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളെ ഭംഗിയായി ചന്തമായി കർത്താവിന്റെ നാമത്തിന് വേണ്ടി ചെയ്തെടുപ്പാൻ ഈ സന്ധ്യയിൽ കർത്താവ് നമുക്ക് ചെയ്യട്ടെ. കഴിഞ്ഞ 2024 ഒരുപക്ഷെ കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കാം, പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കാം, പലപ്പോഴും നമ്മൾ പിന്മാറിയിരിക്കാം. സാമ്പത്തികമാകുന്ന ബുദ്ധിമുട്ടുകൾ, നിരാശകൾ, സങ്കടങ്ങളൊക്കെ നമ്മളെ വേട്ടയാടി പലപ്പോഴും നമ്മൾ തളർന്നും ക്ഷീണിച്ചും മടുത്തും പോയിരിക്കാം. എന്നാൽ ഈ സന്ധ്യയിൽ, ഈ 2025 പ്രഥമ ഞായറാഴ്ചയിൽ നമുക്ക് ദൈവത്തോട് ചേർന്ന് നടക്കാം. ദൈവിക വചനങ്ങളെ കേട്ടനുസരിച്ച് പുതിയ ദർശനത്തോടെ, പുത്തൻ സ്വപ്നങ്ങളുമായി, പുതിയ വെളിപ്പാടുകളുമായി ദൈവത്തോട് ചേർന്ന് ദൈവത്തോടൊപ്പം അനുസരണമുള്ളവരായി നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ ചെയ്യും. ഹല്ലേലൂയ. നിരാശകൾ മാറി, സങ്കടങ്ങൾ മാറി, വേദനകളും സങ്കടങ്ങളും ഒക്കെ കർത്താവ് മാറ്റി ഈ പുതുവർഷത്തിൽ പുതിയ നന്മകൾ കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. കഴിഞ്ഞ നാളുകളിൽ കണ്ടിട്ടില്ലാത്ത, ആഗ്രഹിച്ച നന്മകൾ പലതും വഴിമുട്ടിപ്പോയപ്പോൾ ഹല്ലേലൂയ ഈ 2025 വലിയ നന്മകൾ കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ശുശ്രൂഷയിൽ, നമ്മുടെ ദേശത്തൊക്കെ കാണുവാൻ കർത്താവ് സഹായിക്കും. 84 സങ്കീർത്തനം 11 വാക്യം. ഇത് നമുക്ക് കാണാപ്പാടാം. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. അല്ലേ? നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. അല്ലേ? അപ്പോൾ നാം നേരോടെ നടന്ന ദൈവിക നന്മകൾ അനുഭവിപ്പാൻ സഹായിക്കും. അല്ലേ? നമ്മൾ നേരെ നടക്കാത്തവരല്ല. അല്ലേ? അതിന്റെ അർത്ഥം അല്ലേ? ദൈവിക ശുശ്രൂഷകളൊക്കെ വിശ്വസ്തയോടെ, നേരോടെ, കർത്താവ് ഏൽപ്പിച്ചതാണ് ശുശ്രൂഷ എന്ന് കരുതി കർത്താവിന്റെ നാമത്തിന് വേണ്ടി നേരോടെ നിൽക്കാൻ കഴിയട്ടെ. അങ്ങനെയാണെങ്കിൽ കർത്താവ് നമ്മെ എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. ന്യായാധിപന്മാരുടെ പുസ്തകം നമുക്കറിയാം. ന്യായാധിപന്മാരുടെ പുസ്തകം, ഏത് ന്യായാധിപന്മാരുടെ ഭാഗങ്ങൾ എടുത്ത് നാം പരിശോധിച്ചാൽ ഇസ്രായേൽ മക്കൾ കുറച്ച് നാള് സ്വസ്ഥമായിരിക്കും, പിന്നെ അതൊക്കെ അവർ മാറും. പിന്നെ അടിമത്തത്തിലേക്ക് പോകും. ഫിലിസ്ത്യര് വരും, അമ്മോന്യര് വരും. എന്താ കാരണം? നേരില്ല. ഒരു ദേവദാസൻ അല്ലെങ്കിൽ ഒരു ന്യായാധിപൻ എഴുന്നേറ്റ് ദേശത്തിന് സ്വസ്ഥത കൊടുക്കുമ്പോ സമാധാനത്തോടെ തിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അല്പം സ്വസ്ഥമായെന്ന് ഓർക്കുമ്പോ പിന്നെ അവരുടെ തോന്നിയ വഴിക്കൊക്കെ. ന്യായാധിപന്മാരുടെ പുസ്തകം 1:34 വായിക്കുമ്പോൾ അമ്മോന്യര് ദാൻ ഗോത്രത്തെ എന്ത് ചെയ്തെന്ന് അറിയുമോ? ജെസിബിക്ക് നമ്മള് മണ്ണ് നിൽക്കുന്നുണ്ടല്ല ഫ്രണ്ടിലെ അത് വെച്ച്, അതുപോലെ മലയുടെ മുകളിൽ കൊണ്ട് വെച്ചെന്ന ഇസ്രായേൽ മക്കളെ ഇങ്ങനെ പൊക്കി എന്ത് ചെയ്തു? മലയുടെ മുകളിൽ കൊണ്ട് വെച്ചു. താഴ്വരയിലേക്ക് ഇറങ്ങാൻ അവർക്ക് പറ്റത്തില്ലായിരുന്നു. താഴ്വരയിലേക്ക് ഇറങ്ങാൻ ദാൻ ഗോത്രത്തിന് പറ്റത്തില്ലായിരുന്നു. പിന്നെ യോസഫിന്റെ മക്കൾ പ്രബലരായപ്പോൾ, ബലപ്പെട്ടപ്പോഴാണ് അവര് താഴ്വര കണ്ടത്. അല്ലല്ലേ? ഞാൻ പറഞ്ഞതിന്റെ സാരം, ഇത്ര മാത്രം ഉപകാരങ്ങളും നന്മകളും ദൈവം ചെയ്തിട്ടുണ്ട്. പലരെയും പല നിലവാരത്തിലും പല സമയത്തും എഴുന്നേൽപ്പിച്ചിട്ടും
പലപ്പോഴും ഇസ്രായേൽ മക്കൾ തെറ്റിപ്പോയി. നേരെന്ന് പറയുന്ന ഒരു സാധനം ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ആ സമയത്തില്ല. ഗിദെയോൻ വരുമ്പോ താക്കെ, പിന്നെ ഒരു 40-20 വർഷം അവർ സ്വസ്ഥമായിട്ടിരിക്കും, പിന്നെ ദൈവത്തെ മറന്നിരിക്കും. ഈ ന്യായാധിപന്മാര് പലരും എഴുന്നേൽക്കാൻ കാരണം ഈ നേരില്ലാത്തത് കൊണ്ടാണ് ഇസ്രായേൽ മക്കൾ. പക്ഷേ ദൈവത്തിന്റെ വചനം പറയാൻ നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും തക്കം വരികയും. പല നന്മകളും നമ്മുടെ മിസ്സാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ വരുന്നത്. ഞാൻ പ്രവാചകനല്ല, നമ്മളാരും നമുക്കറിയാം നമ്മുടെ വീഴ്ചകളും താഴ്ചകളും. 2024 പലതും ചെയ്തു തീർക്കേണ്ടത് പലതും നമ്മുടെ പെൻഡിങ് ആയിട്ടുണ്ടാകാം. പലതും നമ്മുടെ ജീവിതത്തിൽ നഷ്ടമായി കാണും. തീർക്കേണ്ട പലതും തീർക്കാതെ വന്നു. ഈ 2025 നേരോടെ വിശ്വസ്തയോടെ കർത്താവിന്റെ വേദന നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന ദേശത്ത് വിവിധ ഇടങ്ങളിലാണ് നാം ആയിരിക്കുന്നത്. അട്ടപ്പാടിയുടെ മണ്ണിൽ ഞങ്ങളൊക്കെ ആയിരിക്കണം. നിരാശകളും സങ്കടങ്ങളും ഒക്കെ ഉണ്ട്. എങ്കിലും അതിന്റെ നടുവിലും വിശ്വസ്തയോടെ നേരോടെ കർത്താവിനെ തകർന്നും ക്ഷീണിച്ചും മടുത്തും പോകാതെ ഈ 2025 നേരോടെ കർത്താവിന്റെ വേല ചെയ്യും. വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി നിലനിൽക്കുവാൻ, വിശ്വാസത്തോടെ നിൽക്കുവാൻ. ഈ സന്ധ്യയിൽ കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ. 2025 2024 ഒരു പടി കൂടെ ദൈവിക നന്മകളെ, ദൈവിക ശുശ്രൂഷകളെ ചെയ്യുവാൻ, ദൈവം കൽപ്പിച്ചാക്കിയ ശുശ്രൂഷകളെ നേരോടെ ചെയ്തു നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ ചെയ്യുന്നു. വായിച്ച വാക്യം എങ്ങനെയാണ്? 61:11. നീ സംവത്സരത്തെ നന്മ കൊണ്ടകറ്റും. ദൈവം നമ്മെ അനുഗ്രഹിക്കും, ദൈവം നമുക്ക് വാഗ്ദത്തങ്ങളെ നൽകും. എല്ലാം ശരിയാണ്, പക്ഷേ വ്യവസ്ഥകളുണ്ട്. ഒന്ന്, അവനോട് ഇണങ്ങി സ്വസ്ഥമായിരിക്കുക. എന്നാൽ ദൈവത്തിന്റെ വചനങ്ങളെ കേട്ടനുസരിച്ചിട്ടുണ്ടെങ്കിൽ ദേശത്തിന്റെ നന്മ അനുഭവിക്കും. 3, നേരോടെ നടക്കുന്നവർ ഒരു നന്മയ്ക്കും ഇടക്കം വരികയില്ല. ഈ 3 വിഷയങ്ങളിലും നമുക്കൊരു സ്റ്റെപ്പ് കൂടെ മുൻപോട്ട് നീങ്ങി ഈ 2025 കർത്താവിനോട് ചേർന്ന് നടക്കാം. ഖാനേബിനെ പോലെ ദൈവത്തോട് പറ്റി നിൽക്കാം, ദൈവത്തോട് സഹിത്വം പുലർത്താം. കഴിഞ്ഞ വീഴ്ചകളും താഴ്ചകളും കുറവുകളും ഒക്കെ മാറ്റിവെച്ച് 2025 കർത്താവിനോട് ചേർന്ന് നടപ്പാൻ സ്വർഗത്തിൽ ദൈവം നമ്മുടെ കണ്ണുകളെ ദൈവസ്മൃതിയിടയ്ക്കും. ഈ രാത്രി കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ 2025 ദൈവിക നന്മകളും അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളുടെ നിവർത്തിയും പ്രാപിപ്പാൻ കർത്താവ് നമുക്ക് ചെയ്യട്ടെ. ഈ പ്ലസ് മീഡിയ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവമക്കളെ അവരുടെ കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. 2024 കാണാൻ കഴിയാത്ത അത്ഭുതങ്ങൾ, ദൈവപ്രവൃത്തികൾ, നന്മകൾ 2025 പ്രഥമ ഞായറാഴ്ച മുതൽ അനുഭവിപ്പാൻ ഈ 2025 അവസാനിക്കുന്നതിന് മുൻപേ വലിയ ദൈവപ്രവൃത്തികൾ, ശുശ്രൂഷകൾ കർത്താവ് ചെയ്യട്ടെ. അവനോട് ഇണങ്ങി നമുക്ക് ജീവിക്കാം. അവന്റെ വചനങ്ങളെ കേട്ടനുസരിച്ച് വിശ്വസ്തയോടെ നിൽക്കാം, നേരോടെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കാം. എന്നാൽ ദൈവിക നന്മകളെ പ്രാപിപ്പാൻ കർത്താവ് നമുക്ക് ചെയ്യും. ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ പ്രവർത്തനങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷ മേഖലകളെയൊക്കെ ദൈവം ഇനിയും വിശാലമാക്കട്ടെ. 2025 വലിയ വിശാലതകളും നന്മകളും കാണുവാൻ കർത്താവ് സഹായിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എത്രത്തോളം അവസരങ്ങളെ ഒരുക്കി തന്ന ദൈവദാസന്മാരോട് നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം എന്ന സന്ധ്യാസമയം ദൈവത്തിനാത്മാ നമ്മളെ കേൾപ്പിച്ചു. ആദ്യം ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. അതേ സംവത്സരങ്ങളെ നന്മ കൊണ്ട് നിറയ്ക്കുന്ന ദൈവത്തിന് പ്രവർത്തിക്കായി സ്തോത്രം ചെയ്യുന്നു. അതിനുവേണ്ടി ദൈവത്തോട് ഇണങ്ങിയിരിപ്പാൻ, ഹല്ലേലൂയ, കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നവരായി തീരുവാൻ, മാത്രമല്ല നേരോടെ അത് ജീവിതം നയിപ്പാൻ കർത്താവിൻ്റെ ആത്മാവ് ഈ വർഷം പൂർണ്ണമായി നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അതേ നമ്മുടെ നടപ്പും നമ്മുടെ പ്രസംഗവും എല്ലാം കേൾക്കുന്ന ജനമുണ്ട്. അവർക്ക് നല്ല മാതൃക കാണിച്ചുകൊണ്ട് മുന്നേറുവാൻ കർത്താവിൻ്റെ ആത്മാവ് ഈ നാളുകളിൽ ഈ വർഷം നമ്മളെല്ലാം സഹായിക്കട്ടെ. ഞങ്ങളുടെ ദാസൻ്റെ തൻ്റെ ശുശ്രൂഷകൾ വഹിച്ച് പ്രാർത്ഥിക്കാം. തൻ്റെ കുടുംബത്തിനായി പ്രാർത്ഥിക്കാം, തൻ്റെ സഭയ്ക്കായി പ്രാർത്ഥിക്കാം. പ്ലസ് മീഡിയയുടെ പ്രവർത്തനങ്ങളെ വഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വലിയ ദൈവപ്രവർത്തി കർത്താവ് ഈ വർഷം നമുക്ക് വേണ്ടി ചെയ്യുവാൻ, സർവ്വ നന്മകളാൽ നമ്മളെ നിറയ്ക്കുവാൻ കർത്താവ് വിശ്വാസം ബലവാനാകുന്നല്ലോ. അവനോട് പറ്റിയിരിപ്പാൻ, സ്തോത്രം, ഹല്ലേലൂയ, അവനോട് ചേർന്ന് നിൽപ്പാൻ ഒക്കെ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവിനെ പൂർണ്ണമായി പിൻപറ്റുവാൻ
അനുസരിക്കുവാൻ, അതേ സ്തോത്രം നമ്മളെ ഹല്ലേലൂയ ദൈവസഭയെ ഹല്ലേലൂയ സഭാജനത്തെ കർത്താവിൻ്റെ വചനത്തിൽ അവർ ഉറപ്പിക്കുവാൻ, അത് അനുസരിക്കുവാൻ അതൊരു ഭാരമല്ല. യേശു താൻ തന്നെ പറഞ്ഞു, എൻ്റെ പ്രമാണങ്ങളിൽ അത് ഭാരമുള്ളവയല്ല. സ്വതന്ത്രം ദൈവസ്നേഹം നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് ഭാരമായി തോന്നത്തില്ല. അതുകൊണ്ട് ഈ വർഷം അങ്ങനെ ആയിത്തീരുക. കർത്താവിനാത്മാ നമ്മളെ സഹായിക്കട്ടെ. സ്തോത്രം. അത് ആത്മീയമായും ഭൗതികമായും സാമ്പത്തികമായും ശാരീരികമായും ബ്ലസ് മീഡിയയുടെ പ്രവർത്തകരെയും പ്രാർത്ഥനാ സഹകാരികളെയും എല്ലാം കർത്താവ് അഡ്മിനായിരിക്കുന്ന ദേവദാസന്മാരെ കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ ശുശ്രൂഷ പ്രത്യേകമായ ദേവദാസനെ അതുപോലെ നന്ദി അറിയിക്കുന്നു. ജോയിൻ ചെയ്ത എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. എനിക്കും ഇന്ന് ഈ വർഷത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയിൽ സ്തോത്രം ഇന്നത്തെ യോഗം ലീഡ് ചെയ്യാനുള്ള കൃപ കർത്താവ് നൽകി. അതിനുവേണ്ടി സാവകാശങ്ങൾ ഒരുക്കിയ ദേവദാസന്മാർക്കായ സന്ദർശപാസനോടും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ദേവദാസന്മാരും നന്ദി അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ ഇന്നത്തെ ഈ സഭായോഗം സ്തോത്രം അവസാനിപ്പിക്കുമ്പോൾ കർത്താദാസൻ ജിനീഷ് പാസ്റ്റർ പ്രാർത്ഥിക്കുകയും രാജൻ പാസ്റ്റർ ആശീർവാദം പറയണേ. ജിനീഷ് പാസ്റ്റർ പ്രാർത്ഥിച്ച് രാജൻ പാസ്റ്റർ ആശീർവാദം പറയും. സ്തോത്രം. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല ഈ ഞായറാഴ്ചയുടെ രാത്രിക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചൊല്ലുന്നു. ഒരിക്കൽ കൂടെ കർത്താവേ, ഈ പുതുവർഷത്തിന്റെ പ്രാരംഭ ഞായറാഴ്ച ഞങ്ങൾക്ക് ഒരുമിച്ച് ബ്ലസ് മീഡിയയുടെ പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ചു കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായം നൽകിയതിനാ നന്ദിയോടെ സ്തോത്രം ചൊല്ലുന്നു. ഇന്ന് രാത്രിയിൽ ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി ആലോചനകൾക്കായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. നീ സംവത്സരങ്ങളെ നന്മ കൊണ്ട് അലങ്കരിക്കുന്ന ദൈവം എന്നൊരിക്കൽ കൂടെ കർത്താവെ ഞങ്ങൾക്ക് കേൾക്കുവാനിടയായാലും, കർത്താവെ ഓരോ വർഷങ്ങളിലും ഞങ്ങളുടെ ജീവിതത്തിൽ നന്മകളെ നൽകി തരുന്ന ദൈവസന്നിധിയിൽ ഒരിക്കൽ കൂടെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങൾ കേട്ടതുപോലെ പലപ്പോഴും പല നന്മകളും ഞങ്ങളുടെ ജീവിതത്തിൽ മുടങ്ങിപ്പോകുന്നതും തടസ്സപ്പെട്ടു നിൽക്കുന്നതിനൊക്കെ കാരണം ഞങ്ങൾ തന്നെയാകാം. കർത്താവെ ഒരിക്കൽ കൂടെ ഞങ്ങളുടെ മനസ്സ് പുതുക്കി ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന ഒരു വർഷമായി മാറേണ്ടതിന്റെ ദൈവകരങ്ങളെ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്ന നാഥ, ഞങ്ങളുടെ ശുശ്രൂഷ മേഖലകളിൽ, ഞങ്ങളുടെ കുടുംബ ജീവിതങ്ങളിൽ, ഞങ്ങളുടെ എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളും കർത്താവെ അവിടുത്തെ നന്മ ഈ ആണ്ട് ഞങ്ങൾക്ക് കാണുവാൻ ഞങ്ങളെ തന്നെ ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങൾ കേട്ട വചനം പോലെ തന്നെ അതിന് ഞങ്ങളെ ചെയ്യേണ്ടത് കർത്താവെ അങ്ങയോട് ചേർന്ന് നടക്കേണ്ട മക്കളായിരിക്കാൻ ഒരു നിമിഷം പോലും കർത്താവെ അങ്ങിൽ നിന്ന് വിട്ടു നിൽപ്പാൻ സംഗതി വരാതെ വേണം. ഞങ്ങളുടെ സുഖത്തിലും ഞങ്ങളുടെ ദുഃഖത്തിലും ഞങ്ങളുടെ എല്ലാ മേഖലയിലും കർത്താവിന്റെ സന്നിധിയിൽ അങ്ങയോട് ചേർന്നിരിപ്പാൻ പറ്റി നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. അതുപോലെ തന്നെ കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ മനസ്സ് വെച്ചുകൊണ്ട് കർത്താവെ ദൈവസന്നിധി നിൽപ്പാൻ ഞങ്ങൾ കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ അകൃത്യങ്ങള്, ഞങ്ങളുടെ ജീവിതത്തിലെ കർത്താവ് കുറവുകൾ, ബലഹീനതകളൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി ദൈവസന്നിധിയിൽ അടുത്തിരുന്നു കൊണ്ട് ദൈവത്തോട് കർത്താവെ ദൈവത്തിന് ക്ഷമാപണം വാങ്ങിക്കുവാനും ദൈവത്തിന് കർത്താവെ അവിടുത്തെ സാന്നിധ്യം അനുഭവിപ്പാനൊക്കെ ഞങ്ങളെ സഹായിക്കേണ്ടതിനാ ഞങ്ങൾ നീയോടെ സ്തോത്രം ചെല്ലുന്ന കർത്താവെ. അവസാനമായി ഞങ്ങൾ കേട്ടതുപോലെ തന്നെ കർത്താവെ നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരുത്താത്ത ദൈവം ഈ നാളുകളിൽ കർത്താവെ നേരും വിശ്വസ്തയും ഞങ്ങളുടെ ശുശ്രൂഷ മേഖലകളിലും ഞങ്ങളുടെ കർത്താവെ വ്യക്തിപരമായ ജീവിതത്തിലൊക്കെ കർത്താവെ അനുദിനം വളർന്നു വരേണ്ടതിനാൽ ഞങ്ങളെ ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ കർത്താവെ തീർച്ചയായും ഞങ്ങൾ വിശ്വസിക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ നിവർത്തീകരിക്കപ്പെടും. വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ ക്രിയ ചെയ്യപ്പെടും. കർത്താവെ അത് അനുഭവിപ്പാൻ, അത് മനസ്സിലാക്കാൻ ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന മേഖലകളിൽ, ഞങ്ങളുടെ കുടുംബ അന്തരീക്ഷത്തിൽ, ഞങ്ങളുടെ വ്യക്തിപരമായ സാഹചര്യത്തിലൊക്കെ ഞങ്ങൾക്ക് അത് സഹായകരമായി തീരുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്ന നാഥ, വചനപ്രകാരം നേരോടെ വിശ്വസ്തയോടെ അങ്ങയോട് പറ്റി നിന്ന കർത്താവെ ഞങ്ങളുടെ സന്നിധിയിൽ കർത്താവെ മനസ്സ് വെച്ച് എല്ലാ ഞങ്ങളെ സഹായിക്കേണ്ടതിനാൽ സ്തോത്രം ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവെയും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തന്നെ തന്റെ കുടുംബത്തെ തന്റെ ശുശ്രൂഷകളും അനുഗ്രഹിക്കണമേ. ഇന്ന് രാത്രിയിൽ അതിനെ ശുശ്രൂഷ ഇവർത്തന്നെ കുടുംബം ഞങ്ങൾ ഓർക്കുന്നു. അവർ പ്രവർത്തിക്കുന്ന മേഖലകളിൽ കർത്താവ് അവരെ അനുഗ്രഹിക്കണമേ. ഈ ഒരാണ്ടിൽ കഴിഞ്ഞ വർഷത്തെ കളുപരിയായി വലിയ ആത്മീയ നന്മകൾ, ഉണർവിന്റെ അനുഭവങ്ങളൊക്കെ അവരുടെ സഭാ ജീവിതത്തിൽ തലത്തിൽ ദൈവം നൽകി കൊടുത്ത് ആദരിക്കേണ്ടതിന്, നന്മകളുടെ കർത്താവ് ദിനരാത്രങ്ങളായി മാറേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവരും ദൈവകാര്യത്തിൽ ഏൽപ്പിക്കുന്നു.
ആരെങ്കിലും ഏതെങ്കിലും വിധത്താലുള്ള പ്രയാസത്താലോ ദുഃഖത്താലോ രോഗത്താലോ ഒക്കെ ഭാരപ്പെടുന്നെങ്കിൽ കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതിവേഗമോടുന്ന വചനം അയച്ച് വിടുതലും ആശ്വാസവും കൽപ്പിക്കേണ്ടതിനാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്ലസ് മീഡിയയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഈ ആണ്ടിന്റെ ആരംഭം മുതൽ കർത്താവേ, നീ ഞങ്ങൾക്ക് ആയുഷ്യം ആരോഗ്യം തരുന്നെങ്കിൽ മുൻപോട്ട് നടത്തേണ്ടതിന് അത് ഞങ്ങൾക്ക് കർത്താവേ എല്ലാ ആഴ്ചകളും ഒരുമിച്ച് കൂടി വന്ന ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. വിവിധ ദേശങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവ്, വിവിധ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട്, വിവിധ കർത്താവ് പ്രവർത്തന മേഖലയിൽ ഇരുന്നു കൊണ്ട് കർത്താവിനെ ഉയർത്താൻ സാവകാശം നൽകേണ്ടതിനായി സ്തോത്രം. ഒരിക്കൽ കൂടെ ഞങ്ങൾ എല്ലാവരും സമസ്തം ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന യാചന കേട്ടത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിന്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യാം. കർത്താവ് നമ്മെ വിടിവിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യാം. കർത്താവ് ഈ വർഷം മുഴുവൻ നമ്മളെ പരിപാലിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയത്തിന്മേലും ഭൂലോകമംഗള സകല വിശുദ്ധന്മാരോടും കൂടെയും പ്രത്യേക ഇന്ന് രാത്രിയിൽ പ്രാർത്ഥനയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവദാസന്മാരോട് കൂടെയും ഭജന സംസാരിച്ച ദൈവദാസനോട് കൂടെയും പ്രാർത്ഥന ലീഡ് ചെയ്ത ദൈവദാസനോട് കൂടെയും നമ്മൾ ഓരോരുത്തരോടും കൂടെ കർത്താവ് രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം. ആമേൻ ആമേൻ. എല്ലാവർക്കും വീണ്ടും നന്ദിയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ദൈവപ്രവൃത്തി നമ്മുടെ കുടുംബങ്ങളിൽ സഭകളിൽ കർത്താവ് വെളിപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.